ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണ്ണാൻപാറ എന്ന സ്ഥലത്ത് ഉദ്ദേശം 71 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എത്തിച്ചിരുന്നത് ബന്ധുക്കളായിരുന്നു. ചില ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ ഏൽപ്പിക്കുമായിരുന്നു. ഏതോ രീതിയിൽ നമ്മുടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അവിടെ പോവുകയും ഏതോ സമയം ഇങ്ങനൊരു മാല ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി അവരാവശ്യപ്പെടാതെ തന്നെ ചോറുമായിട്ട് അവിടെ ചെല്ലുകയും ചോറ് അവർക്ക് കൊടുത്ത് സമയം തന്നെ അവരെ കഴുത്തിൽ കിടന്ന ഏകദേശം 5 പവനോളം തൂക്കം വരുന്ന മാല പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 1:45-2 മണിയോട് ഇങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു. സ്റ്റേഷനിൽ പരാതി ലഭിച്ചില്ല. ഒരു മോൻ മുഖാന്തരം ഒരു അയൽവാസി വിളിച്ച് അറിയിച്ചതനുസരിച്ചാണ് പോലീസ് SI പാർട്ടി അവിടെ ചെല്ലുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല എങ്കിലും ഒരു ഓട്ടോറിക്ഷ സംശയാതീതമായി അവിടെ വന്നു പോയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയിൽ നിന്ന് നമുക്ക് മാലയും മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ തന്നെ തിരിച്ച് അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണ്ണാമ്പറം എന്ന സ്ഥലത്ത് 71 വയസ്സുള്ള ഓമനയുടെ കഴുത്തിൽ ധരിച്ചിരുന്ന 4.5 പവൻ സ്വർണം പിടിച്ചുപറിച്ചുകൊണ്ട ഒരു കേസാണ്. ഈ കേസിൽ നമ്മൾ ഇന്ന് ഒരു 1:45 മണിയോടുകൂടിയാണ് ഈ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസ് പാർട്ടി അവിടെ സ്ഥലത്തെത്തി അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് അമ്മ അതിനുള്ള ഇൻഫർമേഷൻ തന്ന് ഒരു ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവർ ചോറ് തരാനായിട്ട്, അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, അപ്പോൾ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് എന്നാണ് അമ്മ പറഞ്ഞത്. എന്നാൽ ചോറ് അവിടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചതും പെട്ടെന്ന് തന്നെ ഇയാള് പിന്നെ കഴുത്തിൽ കിടന്ന 4 പവന്റെ മാല പിടിച്ച് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോവുകയായിരുന്നു. അമ്മ അവിടെ നിലവിളിച്ച് ആൾക്കാരെ എല്ലാം കൂട്ടി ഉടൻ തന്നെ നമ്മൾ അന്വേഷണം ആരംഭിച്ച് അങ്ങനെ നമ്മുടെ SHO CI സുനീഷ് സാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ടിയാന്റെ വണ്ടി നമ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് ടിയാന്റെ വീടിന്റെ പരിസരത്ത് നിന്നും പ്രദീപ് എന്ന് പറയുന്ന മുരുക്കുമൺ സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ഈ 4 പവൻ സ്വർണ്ണാഭരണം, താലിയോടുകൂടിയുള്ള സ്വർണ്ണാഭരണം മാല കസ്റ്റഡിയിലെടുക്കുകയും ടിയാനയുടെ സ്റ്റേഷൻ കൂട്ടി കൊണ്ടുവന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വന്ന 71-കാരിയുടെ 4.5 പവന്റെ സ്വർണ്ണമാല വീട്ടിൽ കയറി മോഷണം നടത്തിയ ഓട്ടോ ഡ്രൈവറെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചടയമംഗലം പോലീസ്. ചടയമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറും മുരുക്കുമൺ സ്വദേശിയുമായ 45 വയസ്സുള്ള പ്രദീപാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കുരിയോട് നിന്നും പൊതിച്ചോറ് വാങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന 71 വയസ്സുകാരിയായ ഓമനയുടെ വീട്ടിലെത്തുകയും ഓമനയ്ക്ക് പൊതിച്ചോറ് വീടിനകത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഓമനയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഓമനയമ്മയ്ക്ക് ബന്ധുക്കളാണ് ഉച്ചയ്ക്ക് ഊണ് വീട്ടിൽ എത്തിച്ചു നൽകാറുള്ളത്. എന്നാൽ ചില ദിവസങ്ങളിൽ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിലും ഓമനയ്ക്ക് പൊതിച്ചോറ് കൊടുത്തുവിട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ ഓട്ടോ ഡ്രൈവറായ പ്രദീപ് ഇന്ന് പൊതിച്ചോറുമായി വീട്ടിലെത്തുകയും പൊതിച്ചോറ് വീട്ടിനുള്ളിൽ വെച്ചിട്ട് കഴുത്തിൽ കിടന്ന മാല കവരുകയുമായിരുന്നു. മോഷണം നടന്ന ഉടനെ അയൽവാസികൾ ചടയമംഗലം പോലീസിൽ വിവരം അറിയിപ്പിച്ചു. ചടയമംഗലം SHO N സുനീഷിന്റെയും SI മോനിഷിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മോഷണം നടന്ന മണ്ണാമ്പറമ്പിലെത്തുകയും ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരം ശേഖരിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു. മുരുക്കുമണിലെ പ്രദീപിന്റെ വീട്ടിൽ നിന്നും മോഷ്ടാവായ പ്രദീപിനെ കൈയോടെ പിടികൂടുകയും തുടർന്ന് ഓട്ടോറിക്ഷ പരിശോധന നടത്തിയിരുന്ന മാല കണ്ടെത്തുകയും ചെയ്തു. പ്രദീപിനെ മോഷണം നടത്തുവാൻ വേണ്ടി മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ചടയമംഗലം CI N സുനീഷ്, SI മോനിഷ്, SI ദിലീപ്, സുഘോഷ്, സജിത്ത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്.